ഞാൻ ഒരു സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു സ്ത്രീ അല്ല. ഞാൻ ഇനിയിപ്പോൾ ട്രാൻസ്ജെൻഡർ ആയി കാണാൻ എന്നെ ഒരു മനുഷ്യനായി കണ്ടാൽ മതി. എനിക്ക് അത്തരത്തിൽ റോളുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. എനിക്കിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ലിപ് ലോക്ക് സീനോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് സീനോ ചെയ്യാൻ എനിക്ക് പറ്റൂല. എനിക്ക് അത്തരം റോളുകൾ എനിക്ക് വേണ്ടി എഴുതപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് വേണം. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവരെ അവസരങ്ങൾ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഇവരെ പ്രാധാന്യം കുറഞ്ഞോ, മീഡിയാസ് മുഴുവൻ എൻ്റെ നേരക്ക് വന്നത് കൊണ്ടാണ്. എനിക്കറിയില്ല എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ, എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലെ വിവാദ നായിക തന്നെയാണെന്ന് പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ജാസി. ഹായ് ഷാലു. ഹായ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? പുതിയ വിഷയങ്ങൾ അറിയണ്ടല്ലോ, വൈറലാണ്. ഒരു ചെറിയ ഞാൻ പറഞ്ഞൊരു ചെറിയ സ്റ്റേറ്റ്മെന്റ് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ വിവാദത്തിലേക്ക് നടക്കുന്നത്. അതിനെക്കാട്ടി എനിക്ക് ഉപരി വിഷമം ഉണ്ടായത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരികളായിട്ടുള്ള 2-3 പേര് അല്ലെങ്കിൽ ഒരാൾ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹൈറ്റായി എനിക്ക്. അതിൽ പറഞ്ഞ പ്രസ്താവന ഡാഡാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഭയങ്കരമായിട്ട് മനസ്സിനെ വിഷമം ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു വിഷയം ജാസി പറഞ്ഞപ്പം ഫിലിമിൽ അവസരം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ വരുന്ന റോളുകളെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ജാസി അത് എടുത്തില്ല. 2ാം കിട റോളുകളെന്ന് പറഞ്ഞു. സോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ശ്രദ്ധിച്ച കമന്റുകളാണ്. പിന്നെ ഞാനപ്പോൾ ശരിക്കും ഷോക്കായി പോയി. എല്ലാവരും ജാസിക്ക് എതിരാണ്, കൂടെ നിന്ന് എല്ലാവരും ജാസിക്ക് എതിരാണ്. അത്രയും കാലം കൂടെ നിന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ജാസിയെ ഇക്ക, എടാ മോനെ എന്നുള്ള ഒരു ഇതിൽ വിളിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പം ജാസിക്ക് റിയൽ ആയിട്ട് എന്താണ് തോന്നിയത്? ഇല്ല, എനിക്ക് പറയാനുള്ളത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആ അത്രയും നല്ല ആൾക്കാർ എത്ര പെട്ടെന്നാണ് ഒരു സ്വിച്ച് ഇട്ട പോലെ അങ്ങ് മാറിയത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഞാൻ ഉദ്ദേശിച്ചത് അത് സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചെറിയ മണ്ടത്തരങ്ങൾ ഞാനൊരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് നോർമലി ഞാൻ പറയുന്ന സമയത്ത് അത് നോർമലി വന്നു പോകുന്നതാണ്. അത് എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഞാനിത് ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടോ പറയുന്ന കാര്യങ്ങളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വരുന്ന, അതായത് എനിക്കിപ്പോൾ 2-3 ഷോർട്ട് മൂവി വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നത് മുഴുവൻ എനിക്ക് ഈ ത്രോട്ട് ഓഫ് കഥാപാത്രങ്ങളെയാണ്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ എനിക്ക് എഴുതപ്പെടുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചിട്ട് അത്തരം കഥാപാത്രങ്ങൾ മോശമോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർ മോശമോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വലിയൊരു വിനയായി മാറിയത്. കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് വരുന്നതെല്ലാം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ വേശ്യ കഥാപാത്രങ്ങൾ അതെല്ലാം നിങ്ങൾ ഒരു രണ്ടാം കട ക്യാരക്ടറുകൾ എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത്. പക്ഷെ അത് ഒരു കമ്മ്യൂണിറ്റിയെ എല്ലാം അല്ലെങ്കിൽ ഒരു കരിവാരി തേക്കുന്ന രീതിയിലല്ല ഞാനത് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അത് മോശമാക്കി എടുക്കണം എന്നൊരു ഉദ്ദേശത്തോടല്ല ഞാൻ നോർമലി പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. അത് തെറ്റ് പറ്റിയത് എനിക്ക് അറിയാം. ഞാനത് അപ്പോളജൈസ് ചെയ്ത ഒരു വീഡിയോ ഇട്ടതും കൂടിയാണ്. പക്ഷെ അതെന്തിനാണ് വേറെ കുറേ ആൾക്കാർ അത് ഒരു വലിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. എനിക്ക് അത്തരം റോളുകൾ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് എൻ്റെ ഉള്ളിലൊരു ഉദ്ദേശം, അതായിരുന്നു. എനിക്ക് അത്തരം കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ അത് എന്തോ ഭയങ്കര അങ്ങ് ചർച്ച ചെയ്യപ്പെടുകയും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കുറേ ആൾക്കാർ എനിക്കെതിരെ കമൻസ് പറയുകയും ഒക്കെ വന്നപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ഓക്കെ, ജാസി ഇവിടെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അതേസമയം പറയുന്നുണ്ട് ആ റോള് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് എന്നും പറയുന്നുണ്ട്. ജാസിക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ജാസി 2ാം കിട എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്? അതാ പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് വന്ന് പോയ ഒരു മിസ്റ്റേക്കാണത്. കാരണം ഞാൻ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് വരുന്ന റോളുകളെല്ലാം ഒരു 2ാം കിട റോളുകൾ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള റോളുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ 2ാം കിടയാണ് സീനായി മാറിയത്. അത് അങ്ങനെ 2ാം കിട ആയിട്ടുള്ള റോളുകൾ ഇല്ല. എല്ലാ റോളുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ട് എന്നാണ്
അപ്പോഴാണ് പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു. എന്നെ പേഴ്സണലി എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ജാസി നീ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ശീതൾ ചേച്ചി ആണെങ്കിലും എന്നോട് വിളിച്ച് പറഞ്ഞതാണ്, ജാസി നീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നീ എന്താണ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നിന്നെ അറിയാത്ത കുറേ ആൾക്കാരും ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്, അപ്പോൾ അവരത് എടുക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടും, അപ്പോൾ നീ എന്ത് പറയുമ്പോഴൊന്നും ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെ. ഈവൻ ശ്രുതി ആണെങ്കിലും ഒക്കെ എന്നോട് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്കെതിരെ വീഡിയോ ചെയ്ത കുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, അവള് അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര ഹേർട്ടായി. കാരണം എന്നോടൊന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോലും, അല്ലെങ്കിൽ നമ്മൾ കോമൺ കോണ്ടാക്റ്റിലുള്ള വ്യക്തിയാണ് കൂടിയാണ്. അപ്പോൾ നീ പറഞ്ഞ മോശമായിട്ടോ, അല്ലെങ്കിൽ നിനക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊന്നും പറയാണ്ട്, അതും എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി തന്നെ. കാരണം ഡാ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എന്നാൽ നമുക്ക് ജാസിക്ക് ഒരു നായകനായുള്ള റോള് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ കുട്ടി വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എന്താണ് നിൽക്കുന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ കുട്ടീനെ എന്നെ ഒരു കരിവാരി തേച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര വിഷമമായി, പേഴ്സണലി ഭയങ്കര വിഷമമായി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ. എനിക്ക് പേഴ്സണലി കുറേ ആൾക്കാർ അയച്ചു തന്നു. ഇതിനു മുമ്പേ എനിക്കെതിരെ ഒരു വീഡിയോ ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ സപ്പോർട്ടല്ല, ആ ത്രൂ ഔട്ട് വീഡിയോ കാണുമ്പോൾ ഞാൻ വളരെ അബദ്ധം പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ മണ്ടത്തരം പറയുന്ന ഒരു വ്യക്തിയാണ്, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ എന്നൊക്കെ രീതിയിലാണ് ആ കുട്ടി അന്ന് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവെച്ചത്. ഓക്കെ ജാസി, ഇവിടെ പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ജാസിക്ക് ഇപ്പൊ പറഞ്ഞു പോയതിൽ ജാസിക്ക് കുറ്റബോധം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിന് അപ്പോളജി ചെയ്തൊരു വീഡിയോ തന്നെ എൻ്റെ അക്കൗണ്ടിലെടുത്ത്. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, രണ്ടാംകിട റോളുകൾ എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്, അത് പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ വേണം വെച്ചിട്ട് പറഞ്ഞതല്ല, എൻ്റെ അബദ്ധവശാൽ പറഞ്ഞു പോയ കാര്യം. മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റും. ഒന്നിൽ കൂടുതൽ തെറ്റ് പറ്റുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത കാര്യങ്ങൾ തെറ്റായി പോകുന്ന വ്യക്തികളുണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. എനിക്ക് തെറ്റ് പറ്റി പോയതാന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് എനിക്ക് ആ പറ്റിയ തെറ്റ് നീ ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കണമെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എൻ്റെ കമ്മ്യൂണിറ്റി വിട്ട ആ കുട്ടി എനിക്കെതിരെ അത് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ അതാണ് എനിക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ വിഷമം വന്നത്. ഇപ്പം ജാസിയോട് എനിക്ക് പറയാനുള്ള കാര്യം, ജാസി ഇങ്ങനെ ഒരു പ്രസ്താവന അവിടെ നടത്തി, അതായത് രണ്ടാംകിട റോളാണ്, പ്രോസ്റ്റിറ്റ്യൂട്ട് റോൾസ് ഞാൻ ചെയ്യില്ല എന്നുള്ളത്. ഇതേ കാര്യം ജാസി പറയുമ്പോൾ ഒരുപാട് പേരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലല്ലേ ജാസി അത് പറഞ്ഞത്. ഈവൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച് നായികയായിട്ട് അഭിനയിച്ച ആൾ പോലും ഫസ്റ്റ് ചെയ്തു വന്ന റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ റോളാണ്. ആ ഒരു റോളിൽ നിന്ന് കയറി അതുപോലെ റോൾസ് കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ജീവിത വരുമാന മാർഗമില്ലാതെ ഈ ഒരു നിസ്സഹായ അവസ്ഥ കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ അത് പറയുന്നത്, എനിക്ക് അത്തരത്തിൽ റോളുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ഒരുപാട് നടിമാർ പറയുന്നുണ്ട് ഇന്റിമസി സീൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്താണ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്താണ് മറ്റൊരാളുടെ കൂടെ കിടപ്പറ രംഗങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. അതൊക്കെ അവരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പല നടിമാരും ഇന്റർവ്യൂവിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. അത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് അത്തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ലിപ് ലോക്ക് സീനോ അല്ലെങ്കിൽ ഇന്റിമേറ്റ് സീനോ ചെയ്യാൻ എനിക്ക് പറ്റൂല, എനിക്കത് താല്പര്യമില്ല. എനിക്ക് അത്തരം റോളുകൾ എനിക്ക് വേണ്ടി എഴുതപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ട, കാരണം ഞാൻ അത് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഈ ഒരു വാക്ക് പറഞ്ഞതാണ് എനിക്ക് മിസ്റ്റേക്ക് ആയി പോയത്. പിന്നെ ഇപ്പോൾ എന്താണ് ഷാരി പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ ആ റോള് ചെയ്തില്ല എന്ന് വെച്ചിട്ട് അത്തരം റോളുകൾ ചെയ്യുന്ന വ്യക്തികളോ, ഇപ്പോൾ അഞ്ജലി അമീറിനെ പോലത്തെ വ്യക്തി അല്ലെങ്കിൽ സ്വീറ്റി പോലത്തെ വ്യക്തികളൊക്കെ അത്തരം റോളുകൾ ചെയ്ത വ്യക്തികളാണ്, വളരെ നന്നായിട്ട് അത് അഭിനയിച്ച് ഫലിപ്പിച്ച വ്യക്തികളാണ്. അവർ അത്തരം റോളുകൾ ചെയ്യുമ്പോൾ അത് എനിക്ക് അല്ലെങ്കിൽ അവർ മോശക്കാരാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത്തരം റോളുകൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ സോസിക ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം റോളുകൾ, ആലിയ ഭട്ട് ചെയ്തിട്ടുണ്ട് അത്തരം റോളുകൾ. അതൊക്കെ ആലിയ ഭട്ടിന് അവാർഡ് അടക്കം വാങ്ങിച്ചു കൊടുത്ത റോളുകളാണ്. അപ്പോൾ അത്തരം റോളുകൾ അവർ ചെയ്തുകൊട്ടെ, കുഴപ്പമില്ല. എനിക്ക് അത്തരം റോളുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ അത് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് അങ്ങനെയായിരുന്നു. പക്ഷെ അത് പോയത് വേറെ രീതിയിലായി പോയി എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം ജാസി പറയുന്നു, ഇപ്പോൾ നീ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഷാലു പറഞ്ഞ പോലെ ഇപ്പോൾ ലൈംഗിക തൊഴിൽ അത് ഒരു മോശപ്പെട്ട തൊഴിലാണെന്നുള്ളത് എനിക്ക് അത്ര ഇതില്ല. കാരണം അവരുടെ കാര്യങ്ങൾക്കാണ്, അവർക്ക് അത് നിവൃത്തികളോട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അവർക്ക് മറ്റുള്ളവരാരും ഒരു ജോലി കൊടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അവർ അത്തരം ഒരു ഇതിലേക്ക് മാറുന്നത്. ആ തൊഴിലിനെയും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല സംസാരിച്ചത്. എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ട് പേഴ്സണലി ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഞാൻ എല്ലാവരും
എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കണതല്ല. ഇപ്പൊ വീഡിയോ ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു, പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ആളെ എനിക്ക് മനസ്സിലായി. ആള് ഇട്ട ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പൊ ആ പോസ്റ്റ് കാണുന്നില്ല, എന്നാൽ ആളിട്ട ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഫഹദ് എപ്പോഴും ജാസിയെ പറ്റിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന ആളാണ്. കണ്ടായിരുന്നു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ സത്യമായിരുന്നു ഇപ്പൊ തോന്നുന്നു, ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങളായിരുന്നു സത്യം എന്നുള്ളത് അറിയും, പുറം ലോകം അറിയും, എല്ലാവിധ സപ്പോർട്ടും ഇക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഫഹദിന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത്. അതെ, ഇപ്പം ഞാൻ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജാസിയെ ഭയങ്കര നല്ല രീതിക്ക് അടിച്ചാക്ഷേപിക്കുന്ന വ്യക്തി തന്നെയാണ് ഫഹദ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആ ഒരു വ്യക്തിയെ പോലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആള് സപ്പോർട്ട് ചെയ്യുന്ന നിലയിലോട്ട് വരെ കാര്യങ്ങൾ എത്തി. അപ്പം ആ ഒരു കാര്യത്തിനെ പറ്റി എന്താണ് ജാസിക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞ ഇന്ന ട്രോളെന്ന ഈ പറഞ്ഞ ഫഹദ് എന്ന വ്യക്തി സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് ഈ കുട്ടി ഇടാനുള്ള ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇവർക്ക് എന്നോട് എന്താണ് പേഴ്സണലി ദേഷ്യം. ഞാൻ ഇവർക്ക് ഒരു പേഴ്സണലി ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവരെ ലൈഫിൽ ഇടപെട്ടിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇപ്പോൾ ഈവൻ എല്ലാവരോടും ഇപ്പം ഈ വീഡിയോ ചെയ്ത വ്യക്തി പോലും നാളെ എന്നോട് വന്ന് സംസാരിച്ച് ഞാൻ വളരെ കൂളായിട്ട് സംസാരിച്ച് അവരോട് വീണ്ടും പഴയ പോലെ ഫ്രണ്ട്ഷിപ്പായി പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾ ഈ കാണുന്ന ഈ പൊന്നുസൈ കളിക്കുന്ന ജാസി, അല്ലെങ്കിൽ കോമഡി പറഞ്ഞ് കളിക്കുന്ന ജാസി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറയുന്ന ജാസി, ഇതാണ് റിയൽ ജാസി. ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ഒരാളോട് പേഴ്സണലി ഒരു ഗ്രഡ്ജ് വെക്കാനോ അല്ലെങ്കിൽ ഒരു പേഴ്സണലി ഒരാളെ ലൈഫിലേക്ക് കയറി ചെന്ന് അവരുടെ ലൈഫ് കുളമാക്കാനോ ഒന്നും അത്രയ്ക്കൊരു ഇതൊന്നും എനിക്കില്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്നേഹമായിട്ട് ഇരിക്കുന്ന സമയത്തോടെ നമ്മൾ നല്ലതായിട്ട് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എനിക്ക് അറിയില്ല, ഇപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്കും, എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്ന പല ആൾക്കാർക്കും എന്നോട് പേഴ്സണലി ഒരു വൈരാഗ്യമുള്ള പോലെ എനിക്ക് ആ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഈ കമൻറ്റ് ബോക്സ് എഴുതുന്ന ആൾക്കാരൊക്കെ എന്നോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളും കൂടിയാണ്. അപ്പോൾ ഇവർ ഡബിൾ മൈൻഡ്, രണ്ട് മുഖങ്ങളുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്തിനാണ് ഇവർക്ക് എന്നോട് ഇങ്ങനെ ഒരു ദേഷ്യം? എനിക്ക് പേഴ്സണലി ഇവരോട് ആരോടും ഒരു ദേഷ്യമില്ല. എന്തിനാണ് ജാസി പറയുന്ന കാര്യങ്ങൾ മാത്രം വളരെ വലിയ കാര്യങ്ങളാക്കിയിട്ട്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പല നടിമാരും പറഞ്ഞ കാര്യം അതൊന്നും ചർച്ചയില്ല. ഞാൻ പറഞ്ഞപ്പോൾ അത് വളരെ വലിയ പ്രശ്നത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഇവർക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഇനി ഞാൻ ഇപ്പോൾ ദുബായിലുള്ള ആളായിരുന്നല്ലോ, ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇനി ഇവരെ അവസരങ്ങൾ ഞാൻ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനായിട്ട് അവസരങ്ങൾക്ക് അങ്ങനെ തേടി പോലെ എന്നെ പലവരും ഇങ്ങോട്ട് വിളിച്ച അവസരങ്ങൾ തരാറാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവരെ അവസരങ്ങൾ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഇവരെ പ്രാധാന്യം കുറഞ്ഞോ, മീഡിയാസ് മുഴുവൻ എൻ്റെ നേരക്ക് വന്നത് കൊണ്ടാണോ എനിക്കറിയില്ല. എന്താ ആക്ച്വലി പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും എന്നോട് ഒരു വെറുപ്പ് ഉള്ളിലുള്ളതുണ്ട്. അതിന് എന്താണാവും ഞാനും ആശും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടാണോ എനിക്കറിയില്ല എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ, എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, ഇപ്പം ജാസി പറഞ്ഞു വരുന്നത് ജാസിയോടുള്ള ഒരു അസൂയ കൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണോ? ചിലപ്പോൾ അങ്ങനെ, ഓഫ് കോഴ്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എന്നോടുള്ള അസൂയ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ദുബായിൽ നിന്ന് വന്നിട്ട് ജാസി ഭയങ്കര ഇതായി പോകുന്നത് കൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രീഡിനെസ് ആയിരിക്കാം. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം സംസാരിക്കുമ്പോഴും ഈ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും അവർ എന്നോട് ഓപ്പോസിറ്റ് സംസാരിക്കണ കേൾക്കുമ്പോൾ പണ്ടത്തെ ഒരു ടൂണല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അത്രയും നല്ല രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് കുക്കിംഗ് ചെയ്ത് ഫുഡ് കഴിച്ച് വീഡിയോസ് ചെയ്ത വ്യക്തികളാണ്. ഈവൻ എന്നെ സിസ്റ്ററായിട്ടും ആഷിനെ അളിയാങ്കയായിട്ടും ഒക്കെ കണ്ട് കൺസൾട്ട് ചെയ്ത് അങ്ങനെ വീഡിയോ ചെയ്തൊരു വ്യക്തികളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് മാറിപ്പോയത്? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ എത്രയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷാരിഖ് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഷാരിഖിന് എന്ത് തെണ്ടിത്തരം ചെയ്താലും അല്ലെങ്കിൽ എന്ത് ഇത് ചെയ്താലും അത് പറഞ്ഞ് മനസ്സിലാക്കി, അത് ഇനിയിപ്പോൾ 1, 2, 3, 4, 5 വട്ടമല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി നീ ഇങ്ങനെ ചെയ്യല്ലേ, വീണ്ടും വീണ്ടും നിന്നോട് പറയുകയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. അതല്ലാണ്ട് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പബ്ലിസിറ്റി, ജാസിനെ പിടിച്ചാൽ കുറച്ച് പബ്ലിസിറ്റി കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് ജാസിനെ ഒന്ന് തരം താഴ്ത്താം അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ജാസിനെ ഒറ്റപ്പെടുത്താം എന്ന് വിചാരിക്കുന്നവരല്ലല്ലോ യഥാർത്ഥ സുഹൃത്തുക്കൾ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് എന്തോ സുഹൃത്ത് ബന്ധം വെക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞ് നമ്മൾ നല്ല ഒരു ഇതോടെ ആയിരിക്കും വെക്കുന്നത്, പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ചിലവർക്ക്. എന്നാൽ നല്ല ആൾക്കാരുണ്ട് നമ്മളോട് വളരെ സ്നേഹത്തിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, എല്ലാ കാര്യങ്ങളും നമുക്ക് നീ അങ്ങനെ ചെയ്ത് അബദ്ധമായി പോയി, അത് വേണ്ടായിരുന്നു ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്ന ഉള്ള ആൾക്കാരും ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല.
പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ മാറിയപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഓക്കെ, ഇങ്ങനെ കൂട്ടമായിട്ട് എല്ലാരും ജാസിയെ ഇങ്ങനെ വെറുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? അതാണ് അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അറിയില്ല എന്താ കാരണം. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് ഷൂട്ടും കൊളാബും അക്സെപ്റ്റേഷനും അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടുന്നതുകൊണ്ടാണോ, ഇനിയിപ്പോൾ എനിക്കറിയില്ല. അത് ഇപ്പോഴും എനിക്കറിയാത്തൊരു ചോദിച്ചിട്ടാണ്, എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അകൽച്ച, അല്ലെങ്കിൽ എന്തിനാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ആ ചോദ്യത്തിന് എനിക്കും ഒരു ആൻസർ ഇല്ല, കാരണം എന്താണെന്നുള്ളത് എനിക്കും അത് ബോധ്യമായിട്ടില്ല. ഓക്കെ, ഇപ്പം ജാസിക്കെതിരെ സാധാരണ എല്ലാവരും നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. ഇപ്പൊ നല്ല രീതിക്ക് നെഗറ്റിവിറ്റി സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരെ വന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജാസി എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് പേഴ്സണലി അങ്ങനെ ആർക്കെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ്, കാരണം എനിക്ക് അത്രേ അറിയുള്ളൂ. എനിക്ക് അത് വൈരാഗ്യം വെച്ച് പിന്നെ എനിക്കത് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് പോകുന്ന വ്യക്തിയല്ല. എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ ചെയ്ത തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടാതെ സോറി പറഞ്ഞാൽ അവിടെ തീരണം. അല്ലെങ്കിൽ നമ്മൾ സോറി പറയണം, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയ ആളാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറുമാണ്. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഞാൻ അങ്ങനെ പഠിച്ചു വന്നൊരു വ്യക്തിയാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞതിൽ ഞാൻ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിൻ്റെ 4 കൊമ്പ് എന്ന് പറഞ്ഞ് പോകുന്നൊരു വ്യക്തിയല്ല. നമ്മൾ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു സോറി പറഞ്ഞാൽ നമ്മളവിടെ ആ സോറി പറയുമ്പോൾ നമ്മളവിടെ താഴ്വല്ല ചെയ്യുന്നത്, നമ്മൾ ഒന്നുകൂടി മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പറ്റിയപ്പോൾ ഞാൻ അപ്പോൾ ചെയ്ത് അത് ഇവർ പറഞ്ഞു തന്നപ്പോൾ അത് സത്യമാണ്, അത് ഓക്കെ, ഞാൻ അത് ഏറ്റെടുക്കുന്നു, അതിനെതിരെ ഞാൻ ഒരു നല്ല വീഡിയോസ് ഇടുന്നു, എനിക്ക് പറ്റിപ്പോയി തെറ്റാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ എനിക്ക് ഒരു അഭിമാനക്ഷേതം തോന്നേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം ജാസി സോഷ്യൽ മീഡിയ അറ്റാക്കിനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നു, അത് കൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫഹദ് എന്ന് പറയുന്ന ആളാണ് കൂടുതലായിട്ടും ജാസിക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊക്കെ ആ ഒരു വ്യക്തി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ജാസി എന്ന് പറയുന്ന വ്യക്തി ഒരു കംപ്ലൈന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യാനോ നിൽക്കാത്തത്? ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ ആദ്യം വെച്ച ഒരാളായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, കാരണം ഇയാൾ ദുബായിലാണ്, ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാർ അന്നം മുടങ്ങും. കാരണം ഇയാളെ മക്കള്, ഭാര്യ, ഉമ്മ, പിന്നെ ഇയാൾക്ക് ദുബായിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാവും, പിന്നെ ഇയാൾ നാട്ടിൽ കുടുങ്ങും. അപ്പം എന്തിനാണ് വെറുതെ നമുക്കൊരാൾക്ക് ഒരു ഹെൽപ്പ്, ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരാൾ ദ്രോഹിക്കേണ്ട എന്ന രീതിയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഇയാളുടെ വീഡിയോസ് വീണ്ടും 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 വൾഗറായിട്ട് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ സഹിച്ചു, ഇനി എനിക്ക് വയ്യ. അപ്പോൾ ഇനി എന്തായാലും ലീഗലി മൂവ് ചെയ്യാം. ലീഗലി മൂവ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പം ലീഗലി സ്ട്രോങ് ആയിട്ട് തന്നെ അതിനിപ്പോൾ എന്തൊക്കെ ചെയ്താലും, കാരണം ഒരുപാടായി. എന്നെ മാത്രമല്ല, ഞാനെന്ന വ്യക്തിയെ പറയുമ്പോൾ അവിടെ എൻ്റെ കമ്മ്യൂണിറ്റിയെ ഇതാക്കുന്നുണ്ട്. ഈ കുണ്ടൻ, ചാന്തപുട്ട്, 9 അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ പലവർക്കും അങ്ങനെയുള്ള കമൻസുകൾ, കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാർക്കുള്ള കമൻസുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ഫഹദ് ഇത്തരം കമൻസുകൾ വീണ്ടും വീണ്ടും എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് കൂടി പ്രചോദനമായി മാറും. അവരും പോയിട്ട് വേറെ എൻ്റെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് ഇവർ ബേർഡ് കമന്റ് ഇടാൻ തുടങ്ങും, അല്ലെങ്കിൽ കുണ്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ 9 എന്ന് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഫഹദ് പോലത്തൊരു വ്യക്തിനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാർ അത് കാണുമ്പോൾ ഒന്ന് ഒതുങ്ങും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ ലീഗലി മൂവ് ചെയ്യാന്ന് വിചാരിച്ചത്. എന്തുകൊണ്ടാണ് ഫഹദ് എന്ന് പറയുന്ന വ്യക്തി ജാസിയെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തത്, വേറെ ആരും ഫോക്കസ് ചെയ്യാതെ? ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ഞാൻ നോക്കുമ്പോൾ മിക്കപ്പോഴും ഫോക്കസ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും പ്രതികരണശേഷി ഭയങ്കര കുറവാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ പോലും എനിക്ക് അങ്ങനെ ഒരാളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ ഈ കാണുമ്പോൾ ജാസി ഭയങ്കര ഇതാണ്, ഭയങ്കര ഡ്രസ്സിങ് ആണ്, ഭയങ്കര ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് എന്തോ ഭയങ്കര സിമ്പിളാണ് ഞാൻ. അത് എന്നെ അറിയുന്നവർക്ക് അറിയാം. ഞാനൊരു ഇനാഗ്രേഷന് പോകുമ്പോൾ ഒന്ന് നല്ല അണിഞ്ഞൊരുങ്ങി പോകണതോ അല്ലെങ്കിൽ നോർമലി എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണിഞ്ഞൊരുങ്ങി പോകാൻ. ഭയങ്കര വെൽ ഡ്രസ്ഡായിട്ട് പോകാൻ ഇഷ്ടമാണ്. എൻ്റെ ഡ്രസ്സ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം, എൻ്റെ ജ്വല്ലറികൾ ശ്രദ്ധിക്കപ്പെടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ തെൻസിർക്ക് തന്നെ എന്നൊരു ആൽബത്തിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസി എനിക്ക് ജാസിനോട് കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം അത് പൊതുവേ ആൾക്കാർക്ക് ജാസി എന്തോ വലിയ സംഭവമാണ്, ജാസി പെട്ടെന്ന് ചൂടാവുമോ അല്ലെങ്കിൽ ജാസി പെട്ടെന്ന് പ്രതികരിക്കുമോ എന്ന് തോട്ടാണ്. പിന്നെ ആ ആൽബം എടുത്തു കഴിഞ്ഞ ശേഷമാണ് തെൻസിർക്ക് പറഞ്ഞത്, നിങ്ങൾ ഇത്ര ഭയങ്കര സിമ്പിൾ ആയിരുന്നുള്ളത്. ഒരു ഇന്റർവ്യൂവിലും അത് തെൻസിർക്ക് പറഞ്ഞിട്ടുണ്ട്, ജാസി ആഷിക ഭയങ്കര പാവങ്ങളാണോ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ എന്ന വ്യക്തി. ഇപ്പം ഇനിയിപ്പോൾ നാളെ എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ ഫഹദ് ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതങ്ങ് ക്ഷമിച്ചു കൊടുക്കും. എൻ്റെ മനസ്സ് അങ്ങനെയാണ്.
ഓക്കെ, ജാസി ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ജാസിയുടെ കുറച്ച് വോയിസസ് ഇങ്ങനെ പോകുന്നുണ്ട്. അതില് ജാസി ഈ നന്ദിനി എന്ന് പറയുന്ന ആളെ ചീത്ത വിളിക്കുന്നതും പിന്നെ ജാസിയുടെ ഉമ്മേനെ ചീത്ത വിളിക്കുന്നതൊക്കെയാണ്, സോറി ആഷിയുടെ ഉമ്മേനെ ചീത്ത വിളിക്കുന്നതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പോകുന്നത്. അപ്പൊ അത്രയും ക്ഷമയുള്ള ഒരാൾക്ക് അങ്ങനെ ചീത്ത വിളിക്കാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആഷിയുടെ ഉമ്മാനെ ഞാൻ ചീത്ത വിളിച്ചു എന്നുള്ള പ്രസ്താവനയിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. കാരണം ആഷിയുടെ ഉമ്മ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. അത് പലപ്പോഴും ആൾക്കാർ അങ്ങനത്തെ ഒരു വോയിസ് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ വോയിസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. എന്തിനാണ് എന്നെ കുണ്ടൻ എന്ന് വിളിക്കുന്നത്? നിങ്ങളെ വീട്ടിൽ വേറെ രണ്ടാൾക്കാർ അവരെ വിളിച്ചാൽ മതി. കാരണം ആദ്യം ആഷിയുടെ ഉമ്മ എന്നെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ അതിന് കൊടുത്തൊരു മറുപടിയാണത്. പിന്നെ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഒരു ഉള്ളിൽ വൈരാഗ്യം വെക്കുന്നത്? മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, അങ്ങനെ രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഫഹദ് പറയുന്നത് പോലെ ആഷിൻ്റെ ഉമ്മാനെ ഞാൻ മറ്റേ മോളെ മറിച്ച മോളെ അല്ലെങ്കിൽ അതോ ഇതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വോയിസ് അവർ കൊണ്ടുവരട്ടെ. എനിക്ക് 100% പറയാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആഷിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണറിൻ്റെ ഉമ്മയാണ്. ആ റെസ്പെക്ട് എനിക്ക് കൊടുത്തവർ. ഇപ്പം ആഷിയുടെ ഉമ്മ എനിക്ക് പല വോയിസുകളും ഞങ്ങളെ ഈ ആൽബം ഷോ കഴിയുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കാണുമ്പോഴും ആഷിയുടെ ഉമ്മ ആഷിക്ക് പേഴ്സണലി മെസ്സേജ് കാരണം അത് ആഷിയുടെ ഉമ്മ എൻ്റെ സ്ഥാനത്ത് വേറെ ഏത് ഉമ്മയാണെങ്കിലും നീ എന്താണ് കാണിക്കുന്നത്, ജാസിനായിട്ട് അവനൊരു ആണ് അങ്ങനെ പെണ്ണും കെട്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസുകൾ എനിക്ക് ആ വോയിസ് നാട്ടുകാരെ കാണിച്ചാൽ പോരായിരുന്നോ? പക്ഷെ അത് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആഷിയുടെ ഉമ്മ എന്ന് പറയുന്നത് ആഷിയുടെ ഉമ്മയാണ്. എനിക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ആ ഉമ്മ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ആഷിയുടെ ഉമ്മ എന്ന് പറയുന്ന ആള് എൻ്റെ പാർട്ട്ണറിന്റെ ഉമ്മയാണ്. അപ്പോൾ ആ റെസ്പെക്ട് എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ആഷിയുടെ ഉമ്മാന്റെ വോയിസ് ഒരാൾ ഇറക്കി, ഈ പറഞ്ഞ വ്യക്തി ദുബായിലുള്ള ഈ പെൺകുട്ടി ഇറക്കിയത്, അവൾക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞ ആരുമല്ല. കാരണം ആഷിയുടെ ആഷിമ്മ പറഞ്ഞു ഞാൻ ജാസി വന്ന് ഞാൻ ചൂല് കൊണ്ട് അടിക്കും അങ്ങനെയൊക്കെയുള്ള വോയിസ് ഒരു പക്ഷെ ആ ഉമ്മ അറിഞ്ഞിട്ട് പോയിട്ടുണ്ടാവില്ല ഈ വോയിസ് നാളെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുള്ളത്. അതാ പറഞ്ഞത്, ഇവർക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരുമല്ല, നോർമൽ ഒരു ആളുടെ ഉമ്മ. പക്ഷെ അതുകൊണ്ട് അവർക്ക് ആ വോയിസ് ഇറക്കാം. എനിക്കെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. എനിക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ആഷിയുടെ ഉമ്മയല്ലേ, എൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മയല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്കും കുറേ വോയിസുകൾ ഇറക്കാൻ മതിയല്ലോ. പിന്നെ ഈ നന്ദിനി പറഞ്ഞ ഒരു കുട്ടീനെ കുറിച്ച് പറയാനുള്ളത്, ആ പ്രശ്നം ഓൾറെഡി ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത പ്രശ്നമാണ്. പക്ഷെ നിരന്തരമായിട്ട് എന്നെ ട്രോൾ ചെയ്യുന്നത് ആ കുട്ടിയുടെ അക്കൗണ്ടിൽ നോക്കിയാൽ പറയും ഇത് ഓൾറെഡി സംസാരിച്ച് ക്ലിയർ ചെയ്ത ഈ വിഷയം നിരന്തരമായിട്ട് ഇവള് പറഞ്ഞത് ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടാണ്. ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇന്റർവ്യൂ കൊടുത്തത് ചാനലിൽ ഈ കുട്ടിയുടെ പേര് പറഞ്ഞ ചാനലിൽ ഡേറ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുമ്പ് ഈ കുട്ടി നിരന്തരമായിട്ട് ഇവളെ അക്കൗണ്ട് നോക്കിയാൽ എന്നെയും ആശിനെയും വേറെ വീഡിയോസ് ഇല്ല, എന്നെ കൊണ്ടെന്നും വെളിച്ചെണ്ണക്ക് വില കുറവെന്ന് പറഞ്ഞ് ഭയങ്കര രീതിയിൽ അബസ്മെന്റ് ആയിട്ട് ഒരു പെണ്ണ് ട്രോളാൻ പറ്റാത്ത രീതിയിൽ ആ പെൺകുട്ടി ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ അന്ന് ആ ഇന്റർവ്യൂവിൽ ഇതാക്കിയത്. അത് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയും ദേഷ്യമാണ് ആ കുട്ടിയോട്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു കുട്ടി ആളുണ്ടെങ്കിൽ അത് ആ കുട്ടിയുള്ളൂ. കാരണം എൻ്റെ ലൈഫ് ഒരു സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടായി വന്ന് നിന്നിട്ട് എനിക്ക് നല്ലൊരു എട്ടിന് പണി തന്നൊരു കുട്ടിയാണത്. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷമമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഈ നന്ദിനിനെ തെറി പറയുന്ന വോയിസുകൾ ആ സമയത്ത്, അതായത് എൻ്റെ ലൈഫ് തകർന്ന് എൻ്റെ ലൈഫ് ഇനി നെക്സ്റ്റ് എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ആഷിക്കെതിരെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം നല്ല റിഗ്രറ്റ് ഉണ്ട് എനിക്ക് ആ ലൈവ് ഇട്ടത്. കാരണം അത് ഇടണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞ വോയിസുകളാണ് അവൾ വീണ്ടും ഇറക്കിയതും. ആ ആ സമയത്തുള്ള ഉസ്താദിന്റെ വോയിസ് ആണ് വീണ്ടും. ഇത് ആ കറങ്ങി തന്നെയാണ് ഈ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയില്ല, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാസി ആഷി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ഇൻസ്റ്റയിൽ ആരെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വ്യൂസും ഭയങ്കര റീച്ചുമാണ്. അതെനിക്കറിയില്ല എന്താന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആള് തന്നെ പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, ആഷിനെ ജാസി പിടിച്ചു വെച്ചേക്കാണ്, ആഷിക്ക് എങ്ങനെയെങ്കിലും ജാസിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നുള്ളത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ? ഒരിക്കലുമില്ല. എന്തിനാണ് ആഷിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം? ഇപ്പൊ ഞാൻ ലാസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ആഷി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ പിടിച്ചു വെച്ചിട്ടില്ല, എനിക്ക് എന്നെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇത് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരുണ്ടാക്കിയൊരു ഡ്രാമയാണ്. അതിൽ ആഷിയും ഇടയായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഡ്രാമയാണത്. പിന്നെ ആഷി എന്ന് പറഞ്ഞ വ്യക്തി എന്നെക്കാട്ടി നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളാണ്. ഓഫ് കോഴ്സ് ഞാൻ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവനക്ക് അവൻ്റെ ഉമ്മാനെ കാണണം. അവൻ സ്റ്റിൽ ഉമ്മാൻ്റെ കോൺടാക്റ്റ് ഉള്ള വ്യക്തിയാണ്, ഉമ്മാനെ പോയി കാണുന്ന വ്യക്തിയാണ്. അവനക്ക് അവൻ്റെ ഉമ്മാനെ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവനക്ക് അവൻ്റെ ഉമ്മാനെ കാണാൻ അവനക്ക് പോവാം. നാളെ എന്നോട് ആശ പറയണം നീ നിന്റെ ഉമ്മാനെ കാണാൻ പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കൂ ഇല്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ തന്നെയാണ്. അപ്പോൾ ആശ ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ളത് പറഞ്ഞ പ്രസ്താവനയൊക്കെ വളരെ റോങ് ആണ്. കാരണം പിടിച്ചു വെക്കേണ്ട ആവശ്യം എനിക്കില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം കാര്യങ്ങളുണ്ട്. ഞാനും ആശ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രീഡം കൊടുത്ത്
പോകുന്ന ഒരു കപ്പിൾസാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രസ്താവന ശരിയല്ല. അത് അവൻക്ക് അവൻ്റെ ഉമ്മനെ കാണാൻ തോന്നുമ്പോൾ അവൻ ഇടയ്ക്ക് പാലക്കാട് പോയിട്ട് ഉമ്മനെ കാണാറുണ്ട്. അപ്പോൾ ഉമ്മ പറയാറുണ്ട് ജാസിനെ ഒഴിവാക്കി നീ വരണം, നീ ഇവിടെ നിൽക്കണം, നീ അങ്ങോട്ട് പോകരുതെന്ന് പറയുമ്പോൾ അവനത് പറ്റില്ല. പിന്നെ അവൻ്റെ പോയിട്ട് അവൻ അധികം നിൽക്കാറില്ല. കാരണം ഫാമിലീസിലൊക്കെ എല്ലാവരും പണ്ടത്തെ പോലെയല്ല അവനെ കാണുന്നത്. അവരുടെ ഓരോ കൊത്തി ചോദ്യങ്ങളും പിന്നെ എന്നെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പേഴ്സണലി അതൊരു വിഷമം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അധികം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാത്തത്. ഒരു ദിവസമൊക്കെ പോയിട്ട് രാവിലെ പോകും, രാത്രി വരും, അല്ലെങ്കിൽ ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ച് പെട്ടെന്ന് വരും. അങ്ങനെയൊക്കെ മാത്രമേ പോവാറുള്ളൂ. ഓക്കെ. ഈ ഒരു നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞു ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ജാസിക്കെതിരെ അലിഗേഷൻ ഉണ്ടാക്കി വീഡിയോസ് ഇറങ്ങുന്നു. എന്തുകൊണ്ടാണ് നന്ദിനി റെഡ്ഡിക്കെതിരെ ജാസി ഒരു കംപ്ലൈന്റും കൊടുക്കാത്തത്? ഒന്നാമത് ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. രണ്ടാമത് എന്തൊക്കെയായാലും ആ കുട്ടി അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനായിട്ടൊരു റിസ്ക്കും കാര്യങ്ങളുണ്ട്. ഞാൻ എന്തിനാണ് ഒരാളെ ലൈഫിൽ വെറുതെ കൊളാക്കുന്നത്? എന്തായാലും ആ കുട്ടി എൻ്റെ ലൈഫ് കൊളാക്കി. തിരിച്ച് അങ്ങോട്ടും ഞാൻ പ്രതികരിച്ചു, ആ കുട്ടി ഇങ്ങോട്ടും പ്രതികരിച്ചു. അത് ആ വിഷയം അവിടെ തീർന്ന്. പിന്നെ വീണ്ടും ഇപ്പം ആ കുട്ടി അങ്ങനെ വീഡിയോ ചെയ്യാറില്ല തോന്നുന്നു. ഇപ്പോൾ ഓൾറെഡി അത് പറഞ്ഞ ശേഷം പിന്നെ വലിയ വീഡിയോസ് ഒന്നും എനിക്കെതിരെ ആ കുട്ടി പറഞ്ഞിട്ടില്ല. ഇനി എനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വീഡിയോസുകളും ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അവൾക്കെതിരെ മൂവ് ചെയ്യും. ഓക്കെ. ഇപ്പം ജാസി വളരെ നല്ല വിഷമത്തിലാണ്. സത്യമായിട്ടും തീർച്ചയായിട്ടും ജാസിയുടെ ഫേസ് കാണുമ്പോൾ പറയാം ജാസി ഞാൻ നോർമലി എല്ലാ ഇന്റർവ്യൂവിലും ഭയങ്കര കൂളായി ഭയങ്കര ഹാപ്പിയായി വന്നിരിക്കുന്നത്. എനിക്ക് അതാണ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരികൾ എന്ന് പറയുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ ഈ ഒരു വിഷയത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിയതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്തൊക്കെയായാലും അവർക്ക് പറയാമല്ലോ ജാസി നീ പറഞ്ഞ മണ്ടത്തരാണ്, നിന്റെ മണ്ടത്തരം കുറയ്ക്ക്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്, പക്ഷെ നീ ഇങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ നീ എവിടെയും പോയി നീ പറയില്ല എന്നൊക്കെ അവർക്ക് പറയാമായിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് എല്ലാവരും കൂടി അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഇട്ടുപോയപ്പോൾ ആ ഒരു വിഷമമുണ്ട്. അപ്പം പക്ഷെ എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ സ്ട്രോങ് ആയിട്ട് നിന്നത് ആഷിയാണ്, എൻ്റെ പാർട്ണറാണ്. എന്തൊക്കെ പറഞ്ഞാലും കാരണം എന്നോട് പറഞ്ഞത് സാരമില്ല, കാലമല്ലേ മാറും, ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും നിന്റെ അബദ്ധങ്ങളാണെന്ന് മനസ്സിലാവും, അവർ തിരിച്ചു വരും. കുറെ ആൾക്കാർ എന്നെ അൺഫോളോ ഒക്കെ ചെയ്തു പോയി. അപ്പം എന്നോട് ആശ പറഞ്ഞു കുഴപ്പമില്ല, അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നീ എത്തും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും എന്തൊക്കെ എനിക്ക് ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നെ ഇവരിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒന്ന് എന്താ പറയുക ഒരു അബ്ബ് മുകളിലേക്ക് വരുന്നത് ആയിരിക്കാം എനിക്ക്. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരാൾ ഉയർച്ചയിലേക്ക് എത്തുമ്പോഴല്ല അവരെ പരിഹസിക്കാനും കളിയാക്കാനും ഒറ്റപ്പെടുത്താനും കല്ലെറിയാനും ആൾക്കാരുണ്ടാവുള്ളൂ. താഴേക്ക് നിൽക്കുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ആ ഒരു സ്പിരിറ്റ് ഓഫ് മൈൻഡിൽ എടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ. ഇപ്പം ജാസിക്ക് മാത്രമായിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി നേരിടുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ ഇങ്ങനെ വരുന്നത് ജാസി എന്ന് പറയുന്ന ആള് മുമ്പൊരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞു എന്ന് ഉള്ളതുകൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. നമുക്കൊരു ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറ്റും, ഇപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയും കല്യാണം കഴിച്ചു അല്ലെങ്കിൽ വേറൊരാണും ഒരു പെണ്ണും കല്യാണം കഴിച്ചു, അവർക്ക് ആ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അഫ്കോഴ്സ് അത് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അത്രയും ഞാനും ചെയ്തുള്ളൂ. എനിക്കും ആ കുട്ടിക്കും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി. പിന്നെ പലരും പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫ് തകർത്തു എന്ന്. ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, പെൺകുട്ടികൾക്ക് മാത്രമല്ല. അവിടെ ഒരു കൺസെൻട്രേഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പെൺകുട്ടികളിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ എത്ര പെൺകുട്ടികൾ ആണുങ്ങളെ ലൈഫ് തകർക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളുടെ ലൈഫ്. എല്ലാവർക്കും ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ ലൈഫ് ഒരിക്കലും ഞാൻ തകർച്ചയില്ല, നേരെ മറിച്ച് എനിക്ക് ആ ലൈഫ് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈഫ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണത്. പക്ഷെ അത് ഒരു 0% പോലും അത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അത് അവിടെ ഡ്രോപ്പ് ചെയ്തത്. കാരണം ആ കുട്ടിക്കും ഒരു ലൈഫുണ്ട്, എനിക്കൊരു ലൈഫുണ്ട്. വെറുതെ ആ കുട്ടിയുടെ ലൈഫ് ഇനിയും ആ കുട്ടിയുടെ ലൈഫ് തൊലക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൾക്ക് ബെറ്റർ ലൈഫും ഓപ്ഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയത്. ഇപ്പം ജാസി പറഞ്ഞു ജാസി പെണ്ണാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. റീസെന്റ് ആയിട്ട് വേറൊരു ട്രാൻസ്ജെൻഡർ പറഞ്ഞത് എന്നെ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് കണ്ടാൽ മതി, എനിക്ക് പ്രസവിക്കാൻ അങ്ങനെയൊന്നും കഴിവോ കാര്യങ്ങളോ ഇല്ല, സോ എനിക്ക് കിട്ടേണ്ട പരിഗണന നിങ്ങൾ തന്നാൽ മതി. അപ്പം അതിന്റെ താഴെ ആണേലും ജാസിക്കുള്ള കൊട്ടുന്ന രീതിയിലാണ് കമന്റ്സ് കണ്ടത്. പക്ഷെ ആ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നുണ്ട്. നല്ലൊരു പ്രസ്താവനയാണ്. അവൾ അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞെന്നുള്ളതാണ്. എൻ്റെ സുഹൃത്താണ്. അപ്പോൾ എനിക്കും നിങ്ങൾ അങ്ങനെ തന്നാൽ മതി. ഞാൻ ഒരു സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു സ്ത്രീ അല്ല. ഞാനൊരു സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊരു സ്ത്രീ ആണെന്ന് നമുക്ക് അങ്ങനെ എനിക്കിട്ട് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാനിപ്പോൾ എന്തൊക്കെ ഇനിയിപ്പോൾ എല്ലാ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓപ്പറേഷനൊക്കെ കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ മാറിയാലും ഞാനൊരു സ്ത്രീ ആണെന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ
എനിക്കൊരു ഉത്തരവുണ്ട്, അത്രയേ ഉള്ളൂ. അത് മറ്റുള്ളവർ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ എന്തൊക്കെയായാലും ഞാനൊരു ആൺ ശരീരത്തിൽ നിന്ന് പെണ്ണായി മാറിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് ഉള്ളിലുണ്ടാവുള്ളൂ. അപ്പം എനിക്ക് അവൾ പറഞ്ഞ പ്രസ്ഥാനോട് കാരണം നമുക്ക് പ്രസവിക്കാൻ, പക്ഷെ എന്ന് വെച്ച് പ്രസവിക്കാത്ത പെൺകുട്ടികൾ സ്ത്രീകൾ എന്നല്ല. ഇപ്പൊ പ്രസവിക്കാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്. ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് അത്. ഒരു അമ്മയാവാൻ പറ്റാത്തതൊക്കെ ഏറ്റവും വലിയൊരു മോഷൻ സിറ്റുവേഷൻസിലൂടെ പോകുന്ന പെൺകുട്ടികളാണ്. അത് അത്രയും വിഷമത്തിലൂടെ പോകുന്ന പെൺകുട്ടികളായിരിക്കും അവർ. അപ്പോൾ അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ മാത്രമാണ് അവർ സ്ത്രീ ആവുള്ളൂ, അല്ലെങ്കിൽ അവർ ഒരു ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പൂർണ്ണതയുള്ള സ്ത്രീ ആവുള്ളൂ. ആ പൂർണ്ണത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് പൂർണ്ണത? ആരാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ളത്? എല്ലാവർക്കും ദൈവം അവരുടേതായിട്ടുള്ള എല്ലാവരും പൂർണ്ണതയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ദൈവത്തിന് തുല്യമല്ലേ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. എല്ലാവരും പൂർണ്ണതയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ തെറ്റാണ്, മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റും, അതും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രസ്ഥാനം ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ എന്നെയും കണ്ടാൽ മതി നിങ്ങൾ. എനിക്കും ഒരു ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ, ഒരു സ്ത്രീ എന്ന രീതിയിനെക്കാട്ടി നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ സ്ത്രീയാണെന്ന് പറയാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ ട്രാൻസ്ജെൻഡർ ആക്കി കണ്ടാൽ മതി, കുഴപ്പമില്ല. എനിക്കതൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഞാൻ ഇനിയിപ്പോൾ ട്രാൻസ്ജെൻഡർ ആയി കാണാൻ എന്നൊരു മനുഷ്യനായി കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. എനിക്കൊരു ആൺ പെൺ സ്ത്രീ പുരുഷൻ അതൊക്കെ ഒരു ഉപരി എന്നെ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കൺസിഡറേഷൻ ചെയ്താൽ മതി. ജാസിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഈ നെഗറ്റീവ് കമന്റ്സിൽ വരുന്ന മിക്കതും ജാസിയെ പച്ചയ്ക്ക് അടിച്ചാക്ഷേപിക്കുന്ന കമന്റ്സ് ആണ്. സോ ഒരു സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായ നിലയ്ക്ക് ഇതുപോലത്തെ കമന്റ്സ് കാണുമ്പോൾ ജാസിക്ക് വിഷമം തോന്നാറില്ലേ? വിഷമം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നോർമലി അങ്ങനെ ഓരോ കമന്റ്സുകൾ കാണുമ്പോൾ പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഇപ്പോൾ പറഞ്ഞ മനസ്സിലാവും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തില്ല, എന്നെ അത്രയും അറിയുന്ന ആൾക്കാർ എനിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആ ഒരു ലെവൽ ഓഫ് ഇതിൽ മാത്രമാണ് നോക്കിയിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായി, ജാസി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയല്ലോ. ആ സമയത്ത് കൂടെ നിന്ന ശീതൾ മമ്മി അല്ലാതെ വേറെ ആരും വിളിച്ചില്ലേ ജാസീനെ? എന്നെ കൂടെ ഞാൻ ഒരാളെ പേര് മാത്രമാണ് പറഞ്ഞത്, ശീതൾ മമ്മിയുടെ പേര് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ശീതൾ മമ്മി പറഞ്ഞു, നീ പറഞ്ഞ പ്രസ്താവന കുറച്ച് റോങ് ആയിരുന്നു, നീ അത് ശ്രദ്ധിക്കണം മോളെ എന്ന രീതിയിൽ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു തന്നിട്ട്. അതുപോലെ ഒരുപാട് പേര്, ഈവൻ പാറു, എൻ്റെ ഹിന പാറു, അവള്, അങ്ങനെ ഒരുപാട് പേര് പ്രസ്താവനയെ കുറിച്ച് നല്ല നീ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും ഒരു പേരെടുത്ത് പറയുന്നില്ല. കുറേ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നീ മൈക്ക് കാണുമ്പോൾ എന്തേ ഒന്ന് വിളിച്ച് പറയില്ല, നീ ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് എപ്പോഴും പിന്നോക്കം നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളായിട്ട് അത് വീണ്ടും ഇതിലൊക്കെ ആക്കരുത്, നീ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം കുറ്റപ്പെടുത്തി മുമ്പോട്ട് വന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത്, നിങ്ങളൊന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത്രയും ആക്ഷേപിക്കുന്ന ഫഹദ് പോലത്തെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം ജാസി ഒരു റീസെന്റ് ഇഷ്യൂ ഉണ്ടായല്ലോ, ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ ജാസി വന്ന് പബ്ലിക്കലി സോറി പറഞ്ഞു. അപ്പോൾ സോറി പറഞ്ഞപ്പോൾ ഒരുപാട് നല്ല കമന്റ്സ് ഞാൻ കണ്ടു. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് എല്ലാവരെയും അടിച്ചാക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇല്ല, അതിൽ സത്യമാണ്. എനിക്ക് ആ ഒരു ഇതിനെതിരെ ഞാൻ പിന്നെ വന്നിട്ട് അപ്പോളജി ചെയ്ത സമയത്ത് അതിൽ വന്ന കമൻസുകൾ ഒരുപാട് നല്ല കമൻസുകൾ, എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് ബോധ്യമായിട്ട് പലവരും കാണിക്കാതെ, പലവരും അത് വീഡിയോ ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് പബ്ലിക്കിൽ വന്ന് മാപ്പ് പറഞ്ഞതും ഭയങ്കര നല്ല രീതിയിൽ പറഞ്ഞതിൽ ഒരുപാട് നല്ല കമൻസുകൾ, പോസിറ്റീവ് കമൻസുകൾ. അതിലധികം വലിയ ബാഡ് കമൻസിന് ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ നല്ല പോസിറ്റീവ് കമൻസുകളുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ആ വീഡിയോസ് റീച്ചും ഉണ്ട്, അത്യാവശ്യം കുറേ നല്ല ലൈക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന് തോന്നിയപ്പോൾ ഒരു ചെറിയ സമാധാനമൊക്കെ ആയി. ആശി പറയുകയും ചെയ്തു, കണ്ടോ നിന്റെ ആ വീഡിയോസിന് എത്ര പേര് നല്ല കമന്റും ലൈക്കും തന്നത്, അപ്പോൾ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതും ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു വിഷമത്തിലും നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ജാസി തുറന്ന് സോറി പറയാൻ കാണിച്ച ഒരു മനസ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാതെ വയ്യ. തെറ്റെല്ലാവർക്കും പറ്റാം, മനുഷ്യരല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്.